Welcome to day 3 of F1 strategies. ഒരു ഫോർമുല 1 വീക്കെൻഡ് എന്ന് പറയുന്നത് 3 ഡേയ്സ് ആണുള്ളത്. ഒരു പ്രാക്ടീസ് സെക്ഷൻ, പിന്നെ ക്വാളിഫയിങ്, പിന്നെ റേസ്, പിന്നെ ചില ട്രാക്കുകളിൽ സ്പ്രിന്റ് റേസിംഗ് ഉണ്ടാകാറുണ്ട്. അപ്പം ഇന്നത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്വാളിഫയിങ് സ്ട്രാറ്റജിയാണ്. അതായത് ക്വാളിഫയിങ് ഡേയിൽ ടീംസ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ടയർ മാനേജ്മെന്റ്. സോ ഒരു റേസ് വീക്കെൻഡിൽ ടീംസിന് പിറലി എന്ന് പറയുന്ന കമ്പനിയാണ് ഫോർമുല 1 ടയർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പിറലി 20 സെറ്റ്സ് ഓഫ് ടയർ ആണ് പെർ ഡ്രൈവർ കൊടുക്കുന്നത്. അതായത് 13 സെറ്റ് ഡ്രൈ വെതർ ടയറും പിന്നെ 7 സെറ്റ് ഓഫ് വെറ്റ് വെതർ ടയറുമാണ് കൊടുക്കുന്നത്. സോ ടീംസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫയിങ്ങിൽ Q1-ലും Q2-ലും വിയേർഡായിട്ടുള്ള ടയർസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു ഉപയോഗിച്ചാൽ അതിനെ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന ടയർ ഉപയോഗിക്കും. ചിലപ്പം പ്രാക്ടീസിൽ ഉപയോഗിച്ച ടയർ ആയിരിക്കും ക്വാളിഫയിങ്ങിൽ Q1-ലും Q2-ലും ഉപയോഗിക്കും. പക്ഷെ Q3-ൽ അവർ ഫ്രഷ് സെറ്റ് ഓഫ് ടയർ ഉപയോഗിക്കും. ഇങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് Q3 ഫൈനൽ ക്വാളിഫിക്കേഷനിലേക്കും അതേപോലെ തന്നെ ഗ്രാൻഡ് പ്രീയിലേക്കും ഫ്രഷ് സെറ്റ്സ് ഓഫ് ടയറിനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. പിന്നെ അടുത്തൊരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് ക്വാളിഫയിങ് സ്ട്രാറ്റജിയാണ് സ്ലിപ്പ് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്ട്രീം എന്താണെന്ന് ഞാനൊരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. സോ ഹൈ സ്പീഡ് സർക്യൂട്ട്സിൽ ഒരു ടീമിലെ 2 ഡ്രൈവേഴ്സും ചിലപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യും ഈ ഒരു സ്ലിപ്പ് സ്ട്രീം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റൈവൽസിനെ ഉപയോഗിച്ചിട്ട് സ്ലിപ്പ് സ്ട്രീം ചെയ്ത് ക്വാളിഫയിങ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തുള്ള ഒരു സ്ട്രാറ്റജിയാണ് ട്രാക്ക് എവല്യൂഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ക്വാളിഫയിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ടയേഴ്സ് എന്ത് ചെയ്യും, വിയർ ചെയ്യും. അപ്പോൾ വിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാക്കിൽ അതിൻ്റെ റെസിഡ്യൂസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ റബ്ബർ ആ ഒരു ടയറിൻ്റെ കോമ്പൗണ്ട് ട്രാക്കിലുണ്ടായിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രാക്സ് ഇച്ചിലൂടെ സ്മൂത്ത് ആവും. അപ്പോൾ ഈ റബ്ബർ ആ ട്രാക്കിൽ ലേ ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ട്രാക്ക് ഫാസ്റ്റർ ആവും. അപ്പോൾ സ്ട്രാറ്റജിസ്റ്റ് അവരുടെ ഡ്രൈവേഴ്സിനെ ആ ഒരു ഫൈനൽ ക്വാളിഫയിങ് ഉണ്ട്, Q3 ഉണ്ടല്ലോ, Q3 ഫാസ്റ്റസ്റ്റ് ലാപ്പായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു F1 സ്ട്രാറ്റജി വീഡിയോ ആയിട്ട് വീണ്ടും വരും.